മണിമാല അവൾ എന്റെ കയ്യിൽ തരും. അല്ലെങ്കിൽ അവൾ അർജുനെ ഉപേക്ഷിച്ചിട്ട് പോകും. ആ, ഇപ്പോ എല്ലാവർക്കും സമാധാനമായില്ലേ? സന്തോഷായില്ലേ? എന്റെ ഈ ചോദ്യത്തിന് നീ മറുപടി പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളത് പരസ്യമായി ഞാൻ പറഞ്ഞ നിലയ്ക്ക് ഈ ചോദ്യത്തിന്റെ മറുപടിയും നീ പരസ്യമായിട്ട് പറയണം. അമ്മയോട് ഞാൻ പറഞ്ഞ കാര്യം നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ എന്നോട് പറയണം. ഒരു എതിർപ്പും കൂടാതെ ഞാൻ അതനുസരിച്ചിരിക്കും. ഇക്കാര്യം എല്ലാവരെയും അറിയിക്കാനാ ഞാൻ വിളിപ്പിച്ചത്. ഇതിന്റെ ബാക്കി നടക്കാൻ പോകുന്ന ഫംഗ്ഷന് നമുക്കറിയാം. കുഞ്ഞോളെ, എന്താണ് ഇതെല്ലാം? ഞങ്ങളെ പറഞ്ഞു മോഹിപ്പിച്ചിട്ട് ഒടുവിൽ ചതിക്കാണോ? എന്തൊക്കെ ചെയ്താലും എന്തെല്ലാം സംഭവിച്ചാലും ഈ വീട്ടിലെ മൂത്ത മരുമകള് ഞാനായിരിക്കുമെന്ന് അമ്മായിയല്ലേ എനിക്ക് വാക്ക് തന്നത്. ഇപ്പൊ അവളെ മൂത്ത മരുമകളായി അംഗീകരിച്ചുകൊണ്ട് ഫംഗ്ഷൻ നടത്താൻ പോവുകയാണോ? എങ്കിൽ പിന്നെ അമ്മായി എന്തിനാ എന്നെ വെറുതെ മോഹിപ്പിച്ചത്? ഇങ്ങനെ വേദനിപ്പിക്കുക മാത്രം എന്റെ മോള് നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? എന്തായാലും ഇത് കടുത്ത ചതിയായി പോയി. ഇത് ഇനി ഇളിമ സഹിക്കില്ല. കുറച്ചു കഴിഞ്ഞോ? നിങ്ങൾ 3 പേരും അവസാനിപ്പിച്ചാൽ ഞാനൊരു കാര്യം പറയാം. നടക്കാൻ പോകുന്ന ഫംഗ്ഷന് രാജകൊട്ടാരത്തിന്റെ അടയാളമായ ആ മണിമാല എനിക്ക് സമ്മാനിക്കാമെന്നാണ് ഐശ്വര്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ അവള് ചെയ്താൽ അവളെ ഈ കുടുംബത്തിന്റെ മരുമകളായി അംഗീകരിച്ച് ഞാൻ റിസപ്ഷൻ നടത്തണമെന്ന് അവൾ എന്നോട് നിബന്ധന വച്ചു. ആ മണിമാല എന്റെ കയ്യിൽ കിട്ടാൻ വേണ്ടി ഞാനത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവള് മണിമാല തന്നു കഴിഞ്ഞാൽ അവളുടെ സ്ഥാനം പടിക്ക് പുറത്തല്ലേ? അതിന് അവളെ കൊണ്ട് സാധിക്കുമെന്ന് ഭദ്രേട്ടന് തോന്നുന്നുണ്ടോ? ആ മണിമാല അവളുടെ കയ്യിൽ ഇല്ല എന്നത് എനിക്കുറപ്പാ. അവള് കള്ളത്തരം കാണിച്ചാ ഞാനത് പിടിക്കും. അവരുടെ കയ്യിൽ ഡിവോഴ്സിനുള്ള കടലാസുകൾ കൊടുത്തിട്ടാ ഞാൻ ഈ ചടങ്ങ് നടത്താൻ സമ്മതിച്ചിട്ടുള്ളതും. മണിമാല അവൾ എന്റെ കയ്യിൽ തരും. അല്ലെങ്കിൽ അവൾ അർജുനെ ഉപേക്ഷിച്ചിട്ട് പോകും. ആ, ഇപ്പോ എല്ലാവർക്കും സമാധാനമായില്ലേ? സന്തോഷായില്ലേ?
അമ്മയുടെ മൂത്ത മോളെ ഇവിടുത്തെ മരുമകളെ അംഗീകരിക്കാനുള്ള ഫംഗ്ഷൻ നടത്താൻ പോവുക. അച്ഛനെയും അമ്മയും എന്നെയെല്ലാം കണക്കറ്റ് ദ്രോഹിച്ചവളാ ചേച്ചി. എന്നിട്ടും ചേച്ചിക്കൊരു നന്മ വരുമ്പോ ഇങ്ങനെ ആഹ്ലാദിക്കാൻ അമ്മയ്ക്ക് എങ്ങനെയാ കഴിയുന്നേ? ഇത്രയും ദ്രോഹിച്ച മകളെ സ്നേഹിക്കാൻ ഈ അമ്മയെ കൊണ്ട് മാത്രമേ സാധിക്കൂ. പക്ഷെ അമ്മ ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് അവളെ സ്നേഹിക്കുമ്പോഴും അവൾക്ക് അമ്മയോട് പുച്ഛവും വെറുപ്പുവാ. അതെ അമ്മ, എല്ലാം നമ്മുടെ തലയിലെഴുത്ത. രമാദേവി ഈ മാലയുടെ കാര്യം അവിടെ പറയുന്നത് ഞാൻ കേട്ടു. ഈ മണിമാല ഐശ്വര്യ ലക്ഷ്മി രമാദേവിക്ക് കൈമാറിയ ശേഷം മാത്രമേ ഫംഗ്ഷൻ നടക്കുള്ളൂ എന്നാ പറഞ്ഞത്. ഇപ്പോഴാ ചേച്ചി ഈ മണിമാലയ്ക്ക് വേണ്ടി ഇത്രയും വെപ്രാളം കാണിച്ചതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മാല സ്വന്തമാക്കാനായി ചേച്ചി വെറുതെ നമ്മളോട് വിടുവായിത്തനവും നുണയും പറയുവാന്നാ ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി. ഈ മണിമാല സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാ. അത് സംരക്ഷിക്കാൻ വേണ്ടിയാ അച്ഛൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോയത്. നമ്മളും ഇതുവരെ എല്ലാ ദുരന്തങ്ങളും സഹിച്ച് ഈ മണിമാല രക്ഷപ്പെടുത്തി വച്ചിരിക്കുന്നത് മരണസമയത്ത് നമ്മളോടുള്ള വിശ്വാസത്തില് തമ്പുരാട്ടി മാല നമ്മളെ ഏൽപ്പിച്ചതുകൊണ്ടാ. അതുകൊണ്ട് ജീവൻ കളഞ്ഞും ഈ മാല സംരക്ഷിക്കണം. ദൈവ ചൈതന്യം കുടികൊള്ളുന്ന മാലയായത്. ഇത് തെറ്റായ കൈകളിൽ എത്താൻ പാടില്ല. ഈ മാലയുടെ യഥാർത്ഥ അവകാശി സമയമാകുമ്പോൾ നമ്മളെ തേടിയെത്തി ഈ മാല സ്വന്താക്കുമെന്ന തമ്പുരാട്ടി മരണസമയത്ത് നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് ആ അവകാശി വരുന്നത് വരെ ഇത് ചേച്ചിയുടെയോ മറ്റേതെങ്കിലും സ്വാർത്ഥന്മാരുടെയോ കയ്യിൽ പെടാതെ നമ്മളിത് കാത്തു രക്ഷിക്കണം. അത് നമ്മുടെ കടമയോ. ഈ മാല ഒന്നുകൂടി ഭദ്രമായി നമുക്ക് എവിടെയെങ്കിലും എടുത്ത് സൂക്ഷിച്ചു വെക്കണം. ഇതൊരിക്കലും ചേച്ചിയുടെ കയ്യിൽ പെടാൻ പാടില്ല.